പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇമ്മാനുവേൽ എന്ന പേരിന് അർത്ഥം? ഓപ്ഷൻ എ, ദൈവത്തിൻ്റെ ദാനം. ഓപ്ഷൻ ബി, ദൈവം നമ്മോട് കൂടെ. ഓപ്ഷൻ സി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഓപ്ഷൻ ഡി, ദൈവത്തിൻ്റെ കരുണ. ഉത്തരം ഓപ്ഷൻ ബി, ദൈവം നമ്മോട് കൂടെ. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. രണ്ടാമത്തെ ചോദ്യം: യേശു ജനിച്ച സ്ഥലം? ഓപ്ഷൻ എ, ശമരിയ. ഓപ്ഷൻ ബി, കനാൻ. ഓപ്ഷൻ സി, മിസ്രയീം. ഓപ്ഷൻ ഡി, ബത്ലഹേം. ഉത്തരം ഓപ്ഷൻ ഡി, ബത്ലഹേം. മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം. മൂന്നാമത്തെ ചോദ്യം: എവിടെ നിന്നാണ് വിദ്വാൻമാർ യേശുവിനെ കാണുവാൻ വന്നത്? എ, തെക്ക്. ബി, വടക്ക്. സി, കിഴക്ക്. ഡി, പടിഞ്ഞാറ്. ഉത്തരം ഓപ്ഷൻ സി, കിഴക്ക്. മത്തായി സുവിശേഷം 2-ാം അധ്യായം 1-ാമത്തെ വചനം. നാലാമത്തെ ചോദ്യം: വിദ്വാൻമാർക്ക് വഴി കാണിച്ചത് ആര്? ഓപ്ഷൻ എ, നാട്ടുകാർ. ഓപ്ഷൻ ബി, ഭൂപടം. ഓപ്ഷൻ സി, നക്ഷത്രം. ഓപ്ഷൻ ഡി, വഴിയാത്രക്കാർ. ഉത്തരം ഓപ്ഷൻ സി, നക്ഷത്രം. മത്തായി സുവിശേഷം 2-ാം അധ്യായം 9-ാമത്തെ വചനം. അഞ്ചാമത്തെ ചോദ്യം: വിദ്വാൻമാർ യേശുവിന് മുൻപിൽ എന്തൊക്കെ കാഴ്ചവെച്ചു? ഓപ്ഷൻ എ, മൂര്, പൊന്ന്, കുന്തുരുക്കം. ഓപ്ഷൻ ബി, പഴവർഗ്ഗങ്ങൾ. ഓപ്ഷൻ സി, സ്വർണ്ണാഭരണങ്ങൾ. ഓപ്ഷൻ ഡി, വിലയേറിയ സമ്മാനങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ, മൂര്, പൊന്ന്, കുന്തുരുക്കം. മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വചനം. ആറാമത്തെ ചോദ്യം: യോസഫിനോട് ദൂതൻ സ്വപ്നത്തിൽ എവിടേക്ക് പോകുവാനാണ് പറഞ്ഞത്? ഓപ്ഷൻ എ, മിസ്രയീം. ഓപ്ഷൻ ബി, റാമ. ഓപ്ഷൻ സി, കനാൻ. ഓപ്ഷൻ ഡി, യോർദാൻ. ഉത്തരം ഓപ്ഷൻ എ, മിസ്രയീം. മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം. ഏഴാമത്തെ ചോദ്യം: വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് കണ്ട് ആരെയൊക്കെ കൊല്ലുവാനാണ് ഹെരോദാവ് കൽപ്പിച്ചത്? ഓപ്ഷൻ എ, 3 വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൺകുട്ടികളെ. ഓപ്ഷൻ ബി, 2 വയസ്സും താഴെയും പ്രായമുള്ള ആൺകുട്ടികളെ. ഓപ്ഷൻ സി, 2 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകുട്ടികളെ. ഓപ്ഷൻ ഡി, 5 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികളെ. ഉത്തരം 2 വയസ്സും താഴെയും പ്രായമുള്ള ആൺകുട്ടികളെ. ഓപ്ഷൻ ബി. മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. എട്ടാമത്തെ ചോദ്യം: യേശു ഏത് പട്ടണത്തിലാണ് പാർത്തത്? ഓപ്ഷൻ എ, സുറിയ. ഓപ്ഷൻ ബി, യോർദാൻ. ഓപ്ഷൻ സി, തെക്കപ്പുലി. ഓപ്ഷൻ ഡി, നസറേത്ത്. ഉത്തരം ഓപ്ഷൻ ഡി, നസറേത്ത്. മത്തായി സുവിശേഷം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. 9-ാമത്തെ ചോദ്യം: യോഹന്നാൻ സ്നാപകൻ ഏത് മരുഭൂമിയിൽ പ്രസംഗിച്ചു? ഓപ്ഷൻ എ, ഈജിപ്ത്. ഓപ്ഷൻ ബി, യഹൂദിയ.
ഓപ്ഷൻ സി ബഥാനിയ. ഓപ്ഷൻ ഡി ഗത്ശമന. ഉത്തരം ഓപ്ഷൻ ബി യഹൂദിയ. മത്തായി സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ വചനം. 10-ാമത്തെ ചോദ്യം, യോഹന്നാൻ സ്നാപകൻ്റെ ഉടുപ്പ് എന്തുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു? ഓപ്ഷൻ എ ഒട്ടകരോമം. ഓപ്ഷൻ ബി മരത്തോൽ. ഓപ്ഷൻ സി പഞ്ഞിനൂൽ. ഓപ്ഷൻ ഡി നൂൽ കൊണ്ട് തുന്നിയത്. ഉത്തരം ഓപ്ഷൻ എ ഒട്ടകരോമം. മത്തായി സുവിശേഷം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. 11-ാമത്തെ ചോദ്യം, യോഹന്നാൻ സ്നാപകൻ്റെ ആഹാരം. ഓപ്ഷൻ എ പഴവർഗ്ഗങ്ങൾ. ഓപ്ഷൻ ബി വെട്ടുക്കിളിയും കാട്ടുതേനും. ഓപ്ഷൻ സി കാട്ടിലെ മൃഗങ്ങൾ. ഓപ്ഷൻ ഡി അടയും മീനും. ഉത്തരം ഓപ്ഷൻ ബി വെട്ടുക്കിളിയും കാട്ടുതേനും. മത്തായി സുവിശേഷം 3-ാം അധ്യായം 4-ാമത്തെ വചനം. 12-ാമത്തെ ചോദ്യം, യേശു ആരാൽ സ്നാനമേറ്റു? ഓപ്ഷൻ എ പത്രോസ്. ഓപ്ഷൻ ബി ജോസഫ്. ഓപ്ഷൻ സി യോഹന്നാൻ സ്നാപകൻ. ഓപ്ഷൻ ഡി മത്തായി. ഉത്തരം ഓപ്ഷൻ സി യോഹന്നാൻ സ്നാപകൻ. മത്തായി സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. 13-ാമത്തെ ചോദ്യം, യേശു സ്നാനമേറ്റ സ്ഥലം. ഓപ്ഷൻ എ യോർദാൻ. ഓപ്ഷൻ ബി ഗലീല. ഓപ്ഷൻ സി നസ്രേത്ത്. ഓപ്ഷൻ ഡി ബെത്ലഹേം. ഉത്തരം ഓപ്ഷൻ എ യോർദാൻ. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം. 14-ാമത്തെ ചോദ്യം, യേശു സ്നാനമേറ്റപ്പോൾ ദൈവാത്മാവ് ഏതുപോലെ യേശുവിൻ്റെ മേൽ വന്നു? ഓപ്ഷൻ എ തീ. ഓപ്ഷൻ ബി സിംഹം. ഓപ്ഷൻ സി പ്രാവ്. ഓപ്ഷൻ ഡി കാറ്റ്. ഉത്തരം ഓപ്ഷൻ സി പ്രാവ്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനം. 15-ാമത്തെ ചോദ്യം, യേശു എത്ര നാൾ ഉപവസിച്ചു? ഓപ്ഷൻ എ 21 പകലും 21 രാവും. ഓപ്ഷൻ ബി 10 പകലും 10 രാവും. ഓപ്ഷൻ സി 14 പകലും 14 രാവും. ഓപ്ഷൻ ഡി 40 പകലും 40 രാവും. ഉത്തരം ഓപ്ഷൻ ഡി 40 പകലും 40 രാവും. മത്തായി സുവിശേഷം 4-ാം അധ്യായം 2-ാമത്തെ വചനം. 16-ാമത്തെ ചോദ്യം, ആരാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയത്? ഓപ്ഷൻ എ ആത്മാവ്. ഓപ്ഷൻ ബി ശിഷ്യന്മാർ. ഓപ്ഷൻ സി പിശാച്. ഓപ്ഷൻ ഡി യോഹന്നാൻ. ഉത്തരം ഓപ്ഷൻ എ ആത്മാവ്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വചനം. 17-ാമത്തെ ചോദ്യം, യേശുവിനെ പരീക്ഷിച്ചത് ആര്? ഓപ്ഷൻ എ പരിശുദ്ധാത്മാവ്. ഓപ്ഷൻ ബി മൃഗങ്ങൾ. ഓപ്ഷൻ സി പിശാച്. ഓപ്ഷൻ ഡി ശിഷ്യന്മാർ. ഉത്തരം ഓപ്ഷൻ സി പിശാച്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വചനം. 18-ാമത്തെ ചോദ്യം, യേശുവിൻ്റെ ശിഷ്യന്മാരായ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും പിതാവ്? ഓപ്ഷൻ എ സെബദി. ഓപ്ഷൻ ബി തിമായി. ഓപ്ഷൻ സി ബർത്തിമായി. ഓപ്ഷൻ ഡി ഷീമോൻ.
ഉത്തരം ഓപ്ഷൻ എ സെബദി. മത്തായി സുവിശേഷം 4-ാം അധ്യായം 21-ാമത്തെ വചനം. 19-ാമത്തെ ചോദ്യം. ഷീമോൻ എന്നു പേരുള്ള പത്രോസിൻ്റെ സഹോദരൻ. ഓപ്ഷൻ എ യാക്കോബ്, ഓപ്ഷൻ ബി യോഹന്നാൻ, ഓപ്ഷൻ സി മത്തായി, ഓപ്ഷൻ ഡി അന്ത്രയാസ്. ഉത്തരം ഓപ്ഷൻ ഡി അന്ത്രയാസ്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. 20-ാമത്തെ ചോദ്യം. സഹോദരനോട് മൂഢ എന്ന് പറയുന്നവൻ എന്തിന് യോഗ്യൻ? ഓപ്ഷൻ എ വിഷബാധ, ഓപ്ഷൻ ബി രോഗം, ഓപ്ഷൻ സി കൊലക്കയർ, ഓപ്ഷൻ ഡി അഗ്നിനരകം. ഉത്തരം ഓപ്ഷൻ ഡി അഗ്നിനരകം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എവിടെയാണ് നമ്മുടെ നിക്ഷേപം സ്വരൂപിക്കേണ്ടത്? ഓപ്ഷൻ എ വീട്ടിൽ, ഓപ്ഷൻ ബി സ്വർഗത്തിൽ, ഓപ്ഷൻ സി ഗുഹയിൽ, ഓപ്ഷൻ ഡി പെട്ടിയിൽ. ഉത്തരം ഓപ്ഷൻ ബി സ്വർഗത്തിൽ. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വചനം. രണ്ടാമത്തെ ചോദ്യം. ശരീരത്തിൻ്റെ വിളക്ക് എന്താണ്? ഓപ്ഷൻ എ കണ്ണ്, ഓപ്ഷൻ ബി കൈ, ഓപ്ഷൻ സി ഹൃദയം, ഓപ്ഷൻ ഡി തല. ഉത്തരം ഓപ്ഷൻ എ കണ്ണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വചനം. മൂന്നാമത്തെ ചോദ്യം. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് അന്വേഷിക്കുന്നത് ആര്? ഓപ്ഷൻ എ ജൂതന്മാർ, ഓപ്ഷൻ ബി ബാല്യക്കാർ, ഓപ്ഷൻ സി ശത്രുക്കൾ, ഓപ്ഷൻ ഡി ജാതികൾ. ഉത്തരം ഓപ്ഷൻ ഡി ജാതികൾ. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 31-32 വചനങ്ങൾ. നാലാമത്തെ ചോദ്യം. മുൻപേ നാം അന്വേഷിക്കേണ്ടത് എന്താണ്? ഓപ്ഷൻ എ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും, ഓപ്ഷൻ ബി അനുഗ്രഹം, ഓപ്ഷൻ സി അവസരങ്ങൾ, ഓപ്ഷൻ ഡി പ്രശംസ. ഉത്തരം ഓപ്ഷൻ എ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വചനം. അഞ്ചാമത്തെ ചോദ്യം. നാശത്തിലേക്ക് പോകുന്ന വാതിലിൻ്റെ പ്രത്യേകതകൾ. ഓപ്ഷൻ എ സ്വർണം കൊണ്ടുള്ള വഴി, ഓപ്ഷൻ ബി ദൂതന്മാർ കാട്ടിത്തരുന്ന വഴി, ഓപ്ഷൻ സി വീതിയുള്ളതും വഴി വിശാലമായതും, ഓപ്ഷൻ ഡി ഞെരുക്കമുള്ള വഴി. ഉത്തരം ഓപ്ഷൻ സി വീതിയുള്ളതും വഴി വിശാലമായതും. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം. ആറാമത്തെ ചോദ്യം. ജീവങ്കലേക്ക് പോകുന്ന വഴിയുടെ പ്രത്യേകതകൾ. ഓപ്ഷൻ എ വിശാലമായ വഴി, ഓപ്ഷൻ ബി വീതിയുള്ള വഴി, ഓപ്ഷൻ സി മുള്ളുകളുള്ള വഴി, ഓപ്ഷൻ ഡി ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി. ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം. ഏഴാമത്തെ ചോദ്യം. എങ്ങനെ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയാം? ഓപ്ഷൻ എ വാക്കുകളാൽ, ഓപ്ഷൻ ബി ഫലങ്ങളാൽ, ഓപ്ഷൻ സി നോട്ടം കൊണ്ട്, ഓപ്ഷൻ ഡി ചിരിയിലൂടെ.
ഉത്തരം ഓപ്ഷൻ ബി, ഫലങ്ങളാൽ. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15-16 വചനങ്ങൾ. 8-ാമത്തെ ചോദ്യം, ആർക്കാണ് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുന്നത്? ഓപ്ഷൻ എ, ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക്. ഓപ്ഷൻ ബി, പാപം ചെയ്യുന്നവർക്ക്. ഓപ്ഷൻ സി, സമ്പന്നർക്ക്. ഓപ്ഷൻ ഡി, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക്. ഉത്തരം ഓപ്ഷൻ ഡി, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക്. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനം. 9-ാമത്തെ ചോദ്യം, വചനം കേട്ട് അത് ചെയ്യുന്നവൻ എന്തിനാൽ വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാണ്? ഓപ്ഷൻ എ, പാറ. ഓപ്ഷൻ ബി, മണൽ. ഓപ്ഷൻ സി, ചേറ്. ഓപ്ഷൻ ഡി, വായു. ഉത്തരം ഓപ്ഷൻ എ, പാറ. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനം. 10-ാമത്തെ ചോദ്യം, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി ആരെ ചെന്ന് കാണിക്കുവാനാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ, തൻ്റെ പിതാവിനെ. ഓപ്ഷൻ ബി, മാതാവിനെ. ഓപ്ഷൻ സി, പുരോഹിതനെ. ഓപ്ഷൻ ഡി, സഹോദരനെ. ഉത്തരം ഓപ്ഷൻ സി, പുരോഹിതനെ. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം. 11-ാമത്തെ ചോദ്യം, കഫർന്നഹൂമിൽ വച്ച് ശതാധിപൻ ആരെ സൗഖ്യമാക്കുവാനാണ് യേശുവിനോട് അപേക്ഷിച്ചത്? ഓപ്ഷൻ എ, ബാല്യക്കാരൻ. ഓപ്ഷൻ ബി, ഭാര്യ. ഓപ്ഷൻ സി, മകൻ. ഓപ്ഷൻ ഡി, മകൾ. ഉത്തരം ഓപ്ഷൻ എ, ബാല്യക്കാരൻ. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 5-6 വചനങ്ങൾ. 12-ാമത്തെ ചോദ്യം, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് പ്രവചിച്ച പ്രവാചകൻ? ഓപ്ഷൻ എ, ഇരമ്യ പ്രവാചകൻ. ഓപ്ഷൻ ബി, യെശയ്യാ പ്രവാചകൻ. ഓപ്ഷൻ സി, ഏലിയാവ്. ഓപ്ഷൻ ഡി, യോവേൽ. ഉത്തരം ഓപ്ഷൻ ബി, യെശയ്യ. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനം. 13-ാമത്തെ ചോദ്യം, ഭൂതങ്ങൾ തങ്ങളെ എവിടേക്ക് അയക്കണം എന്നാണ് യേശുവിനോട് അപേക്ഷിച്ചത്? ഓപ്ഷൻ എ, ആട്ടിൻകൂട്ടത്തിലേക്ക്. ഓപ്ഷൻ ബി, ചെന്നായ്ക്കൂട്ടത്തിലേക്ക്. ഓപ്ഷൻ സി, മലയിടുക്കിലേക്ക്. ഓപ്ഷൻ ഡി, പന്നിക്കൂട്ടത്തിലേക്ക്. ഉത്തരം ഓപ്ഷൻ ഡി, പന്നിക്കൂട്ടത്തിലേക്ക്. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വചനം. 14-ാമത്തെ ചോദ്യം, യേശു ഏത് ചുങ്കക്കാരനോടാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത്? ഓപ്ഷൻ എ, ലൂക്കോസ്. ഓപ്ഷൻ ബി, യോഹന്നാൻ. ഓപ്ഷൻ സി, മത്തായി. ഓപ്ഷൻ ഡി, പത്രോസ്. ഉത്തരം ഓപ്ഷൻ സി, മത്തായി. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനം. 15-ാമത്തെ ചോദ്യം, യേശു ആരെ വിളിപ്പാനാണ് വന്നത്? ഓപ്ഷൻ എ, പാപികളെ. ഓപ്ഷൻ ബി, നീതിമാന്മാരെ. ഓപ്ഷൻ സി, ഇസ്രായേൽ മക്കളെ. ഓപ്ഷൻ ഡി, നന്മ ചെയ്യുന്നവരെ. ഉത്തരം ഓപ്ഷൻ എ, പാപികളെ. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം. 16-ാമത്തെ ചോദ്യം, എത്ര വർഷം രക്തസ്രവമുള്ള സ്ത്രീയാണ് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടത്? ഓപ്ഷൻ എ, 11. ഓപ്ഷൻ ബി, 12.
ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 13. ഉത്തരം ഓപ്ഷൻ ബി 12. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വചനം. 17-ാമത്തെ ചോദ്യം. കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് ആരെ അയക്കേണ്ടതിന് യാചിക്കുവാനാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ സാറാഫുകളെ, ഓപ്ഷൻ ബി കെരൂബുകളെ, ഓപ്ഷൻ സി ദൂതന്മാരെ, ഓപ്ഷൻ ഡി വേലക്കാരെ. ഉത്തരം ഓപ്ഷൻ ഡി വേലക്കാരെ. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വചനം. 18-ാമത്തെ ചോദ്യം. അശുദ്ധാത്മാക്കളെ പുറത്താക്കി കളയുവാനും സകലവിധ വ്യാധിയെയും പൊറുപ്പിപ്പാനും യേശു ആർക്കാണ് അധികാരം കൊടുത്തത്? ഓപ്ഷൻ എ രാജാക്കന്മാർക്ക്, ഓപ്ഷൻ ബി പുരോഹിതന്മാർക്ക്, ഓപ്ഷൻ സി 12 ശിഷ്യന്മാർക്ക്, ഓപ്ഷൻ ഡി വൈദ്യന്മാർക്ക്. ഉത്തരം ഓപ്ഷൻ സി 12 ശിഷ്യന്മാർക്ക്. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം. 19-ാമത്തെ ചോദ്യം. യേശുവിനെ കാണിച്ചു കൊടുത്ത ശിഷ്യൻ? ഓപ്ഷൻ എ ഈസ്കരിയോത്ത യൂദ, ഓപ്ഷൻ ബി പത്രോസ്, ഓപ്ഷൻ സി യോഹന്നാൻ, ഓപ്ഷൻ ഡി പീലാത്തോസ്. ഉത്തരം ഓപ്ഷൻ എ ഈസ്കരിയോത്ത യൂദ. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം. 20-ാമത്തെ ചോദ്യം. ചെന്നായ്ക്കളുടെ നടുവിൽ എന്തിനെ പോലെയാണ് യേശു അയക്കുന്നത്? ഓപ്ഷൻ എ സിംഹം, ഓപ്ഷൻ ബി മത്സ്യം, ഓപ്ഷൻ സി ആടുകൾ, ഓപ്ഷൻ ഡി നായ്ക്കൾ. ഉത്തരം ഓപ്ഷൻ സി ആടുകൾ. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ആരാണ് യേശുവിന് വഴിയൊരുക്കിയത്? ഓപ്ഷൻ എ ശിഷ്യന്മാർ, ഓപ്ഷൻ ബി യോഹന്നാൻ സ്നാപകൻ, ഓപ്ഷൻ സി പരീശന്മാർ, ഓപ്ഷൻ ഡി ശാസ്ത്രിമാർ. ഉത്തരം യോഹന്നാൻ സ്നാപകൻ. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനം. രണ്ടാമത്തെ ചോദ്യം. താൻ വീര്യപ്രവൃത്തികൾ ചെയ്ത പട്ടണങ്ങളെ എന്തുകൊണ്ടാണ് യേശു ശാസിച്ചത്? ഓപ്ഷൻ എ തന്നെ സ്വീകരിക്കാത്തതിനാൽ, ഓപ്ഷൻ ബി സന്തോഷിക്കാത്തതിനാൽ, ഓപ്ഷൻ സി മാനസാന്തരപ്പെടായ്കയാൽ, ഓപ്ഷൻ ഡി ആരാധിക്കാത്തതിനാൽ. ഉത്തരം ഓപ്ഷൻ സി മാനസാന്തരപ്പെടായ്കയാൽ. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വചനം. മൂന്നാമത്തെ ചോദ്യം. യേശുവിൻ്റെ നുകത്തിൻ്റെയും ചുമടിൻ്റെയും പ്രത്യേകത? ഓപ്ഷൻ എ നുകം കഠിനവും ചുമട് ഭാരമുള്ളതും, ഓപ്ഷൻ ബി നുകം വലിയതും ചുമട് വീതിയുള്ളതും, ഓപ്ഷൻ സി നുകം വലിയതും ചുമട് ഭാരമുള്ളതും, ഓപ്ഷൻ ഡി നുകം മൃദുവും ചുമട് ലഘുവും. ഉത്തരം ഓപ്ഷൻ ഡി നുകം മൃദുവും ചുമട് ലഘുവും. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വചനം. നാലാമത്തെ ചോദ്യം. ശബത്തിന് കർത്താവ് ആര്? ഓപ്ഷൻ എ മനുഷ്യൻ, ഓപ്ഷൻ ബി ദൂതന്മാർ, ഓപ്ഷൻ സി മനുഷ്യപുത്രൻ,
ഓപ്ഷൻ ഡി പരീശന്മാർ. ഉത്തരം ഓപ്ഷൻ സി മനുഷ്യപുത്രൻ. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനം. 5-ാമത്തെ ചോദ്യം. യേശു ശബത്തിൽ ആരെയാണ് പള്ളിയിൽ വച്ച് സൗഖ്യമാക്കിയത്? ഓപ്ഷൻ എ ജ്വരം ബാധിച്ചവനെ, ഓപ്ഷൻ ബി കുരുടനെ, ഓപ്ഷൻ സി ഊമനെ, ഓപ്ഷൻ ഡി കൈവരണ്ട മനുഷ്യനെ. ഉത്തരം ഓപ്ഷൻ ഡി കൈവരണ്ട മനുഷ്യനെ. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം. 6-ാമത്തെ ചോദ്യം. യേശു ആരെക്കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നാണ് പരീശന്മാർ പറഞ്ഞത്? ഓപ്ഷൻ എ ബയത്സബൂലിനെ, ഓപ്ഷൻ ബി പരിശുദ്ധാത്മാവിനെ, ഓപ്ഷൻ സി ദൂതനെ, ഓപ്ഷൻ ഡി പുരോഹിതനെ. ഉത്തരം ഓപ്ഷൻ എ ബയത്സബൂലിനെ. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനം. 7-ാമത്തെ ചോദ്യം. ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ എന്തു സംഭവിക്കും? ഓപ്ഷൻ എ സമ്പന്നമാകും, ഓപ്ഷൻ ബി ശൂന്യമാകും, ഓപ്ഷൻ സി ശക്തിപ്പെടും, ഓപ്ഷൻ ഡി വളരും. ഉത്തരം ഓപ്ഷൻ ബി ശൂന്യമാകും. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വചനം. 8-ാമത്തെ ചോദ്യം. ആർക്ക് നേരെയുള്ള ദൂഷണമാണ് ക്ഷമിക്കപ്പെടാത്തത്? ഓപ്ഷൻ എ ആത്മാവിന്, ഓപ്ഷൻ ബി പിശാചിന്, ഓപ്ഷൻ സി യേശുവിന്, ഓപ്ഷൻ ഡി ശിഷ്യന്മാർക്ക്. ഉത്തരം ഓപ്ഷൻ എ ആത്മാവിന്. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വചനം. 9-ാമത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത്? ഓപ്ഷൻ എ വേര്, ഓപ്ഷൻ ബി ഫലം, ഓപ്ഷൻ സി ഭംഗി, ഓപ്ഷൻ ഡി ശക്തി. ഉത്തരം ഓപ്ഷൻ ബി ഫലം. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വചനം. 10-ാമത്തെ ചോദ്യം. നിനവേക്കാർ ആരുടെ പ്രസംഗം കേട്ടാണ് മാനസാന്തരപ്പെട്ടത്? ഓപ്ഷൻ എ യോഹന്നാൻ, ഓപ്ഷൻ ബി മത്തായി, ഓപ്ഷൻ സി യോന, ഓപ്ഷൻ ഡി പത്രോസ്. ഉത്തരം ഓപ്ഷൻ സി യോന. മത്തായി സുവിശേഷം 12-ാം അധ്യായം 41-ാമത്തെ വചനം. 11-ാമത്തെ ചോദ്യം. ലോകാവസാനത്തിൽ ആരാണ് പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രകാശിക്കുന്നത്? ഓപ്ഷൻ എ പരദൂഷകന്മാർ, ഓപ്ഷൻ ബി പാപികൾ, ഓപ്ഷൻ സി നീതിമാന്മാർ, ഓപ്ഷൻ ഡി ക്ഷുദ്രപ്രയോഗക്കാർ. ഉത്തരം ഓപ്ഷൻ സി നീതിമാന്മാർ. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വചനം. 12-ാമത്തെ ചോദ്യം. ആരെയാണ് ദൂതന്മാർ തീച്ചൂളയിൽ ഇട്ട് കളയുന്നത്? ഓപ്ഷൻ എ ദുഷ്ടന്മാരെ, ഓപ്ഷൻ ബി ദൂതന്മാരെ, ഓപ്ഷൻ സി നീതിമാന്മാരെ, ഓപ്ഷൻ ഡി സൽസ്വഭാവികളെ. ഉത്തരം ഓപ്ഷൻ എ ദുഷ്ടന്മാരെ. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വചനം. 13-ാമത്തെ ചോദ്യം. ഹെരോദാവിൻ്റെ സഹോദരൻ ഫിലിപ്പോസിൻ്റെ ഭാര്യ. ഓപ്ഷൻ എ സാറ, ഓപ്ഷൻ ബി രൂത്ത്, ഓപ്ഷൻ സി മറിയ, ഓപ്ഷൻ ഡി ഹെരോദിയ. ഉത്തരം
ഓപ്ഷൻ ഡി ഹെരോദിയ. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം. 14-ാമത്തെ ചോദ്യം: ആരാണ് ഹെരോദാവിൻ്റെ ജനന ദിവസം സഭാമധ്യേ നൃത്തം ചെയ്തത്? ഓപ്ഷൻ എ രാജ്ഞി. ഓപ്ഷൻ ബി ഹെരോദിയുടെ മകൾ. ഓപ്ഷൻ സി എസ്തർ. ഓപ്ഷൻ ഡി ഷേബ. ഉത്തരം ഓപ്ഷൻ ബി ഹെരോദിയയുടെ മകൾ. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം. 15-ാമത്തെ ചോദ്യം: വാഴ്ത്തി നുറുക്കപ്പെട്ട 5 അപ്പവും 2 മീനും കഴിച്ച പുരുഷന്മാരുടെ എണ്ണം. ഓപ്ഷൻ എ ഏകദേശം 1000. ഓപ്ഷൻ ബി ഏകദേശം 2000. ഓപ്ഷൻ സി ഏകദേശം 5000. ഓപ്ഷൻ ഡി ഏകദേശം 7000. ഉത്തരം ഓപ്ഷൻ സി ഏകദേശം 5000. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനം. 16-ാമത്തെ ചോദ്യം: യേശു രാത്രിയിൽ എത്രാമത്തെ യാമത്തിലാണ് കടലിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നത്? ഓപ്ഷൻ എ 4. ഓപ്ഷൻ ബി 2. ഓപ്ഷൻ സി 6. ഓപ്ഷൻ ഡി 8. ഉത്തരം ഓപ്ഷൻ എ 4. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വചനം. 17-ാമത്തെ ചോദ്യം: ആരാണ് യേശുവിനോടൊപ്പം കടലിന്മേൽ നടന്നത്? ഓപ്ഷൻ എ സക്കായി. ഓപ്ഷൻ ബി മർക്കോസ്. ഓപ്ഷൻ സി പത്രോസ്. ഓപ്ഷൻ ഡി യോഹന്നാൻ. ഉത്തരം ഓപ്ഷൻ സി പത്രോസ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വചനം. 18-ാമത്തെ ചോദ്യം: എന്താണ് മനുഷ്യന് അശുദ്ധി വരുത്തുന്നത്? ഓപ്ഷൻ എ മണക്കുന്നത്. ഓപ്ഷൻ ബി വായിൽ നിന്ന് പുറപ്പെടുന്നത്. ഓപ്ഷൻ സി കേൾക്കുന്നത്. ഓപ്ഷൻ ഡി കാണുന്നത്. ഉത്തരം ഓപ്ഷൻ ബി വായിൽ നിന്ന് പുറപ്പെടുന്നത്. മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വചനം. 19-ാമത്തെ ചോദ്യം: വായിൽ നിന്ന് പുറപ്പെടുന്നത് എവിടെ നിന്നാണ് വരുന്നത്? ഓപ്ഷൻ എ ഹൃദയത്തിൽ നിന്ന്. ഓപ്ഷൻ ബി ചെവിയിൽ നിന്ന്. ഓപ്ഷൻ സി കണ്ണിൽ നിന്ന്. ഓപ്ഷൻ ഡി നാവിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ എ ഹൃദയത്തിൽ നിന്ന്. മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം. 20-ാമത്തെ ചോദ്യം: വാഴ്ത്തി നുറുക്കപ്പെട്ട 7 അപ്പവും കുറച്ച് ചെറുമീനും കഴിച്ച പുരുഷന്മാരുടെ എണ്ണം. ഓപ്ഷൻ എ 2000. ഓപ്ഷൻ ബി 7000. ഓപ്ഷൻ സി 3000. ഓപ്ഷൻ ഡി 4000. ഉത്തരം ഓപ്ഷൻ ഡി 4000. മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വചനം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ശിമോൻ പത്രോസിൻ്റെ മറുപടി എന്തായിരുന്നു? ഓപ്ഷൻ എ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഓപ്ഷൻ ബി ജീവൻ്റെ ഉറവിടം. ഓപ്ഷൻ സി യോഹന്നാൻ സ്നാപകൻ. ഓപ്ഷൻ ഡി പ്രവാചകന്മാരിൽ ഒരുത്തൻ. ഉത്തരം ഓപ്ഷൻ എ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. മത്തായി സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വചനം. ആരാണ് ശിമോൻ പത്രോസിന് യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തിയത്?
ഓപ്ഷൻ എ ദൂതന്മാർ, ഓപ്ഷൻ ബി സദൂക്യർ, ഓപ്ഷൻ സി സ്വർഗസ്ഥനായ പിതാവ്, ഓപ്ഷൻ ഡി യോസഫ്. ഉത്തരം ഓപ്ഷൻ സി സ്വർഗസ്ഥനായ പിതാവ്. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനം. മൂന്നാമത്തെ ചോദ്യം, യേശുവിൻ്റെ പിന്നാലെ വരുന്നവൻ എന്താണ് എടുക്കേണ്ടത്? ഓപ്ഷൻ എ പണക്കിഴി, ഓപ്ഷൻ ബി വസ്ത്രങ്ങൾ, ഓപ്ഷൻ സി അവശ്യവസ്തുക്കൾ, ഓപ്ഷൻ ഡി ക്രൂശ്. ഉത്തരം ഓപ്ഷൻ ഡി ക്രൂശ്. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനം. നാലാമത്തെ ചോദ്യം, യേശു ആരെയൊക്കെ കൂട്ടിയാണ് ഉയർന്ന മലയിലേക്ക് പോയി രൂപാന്തരപ്പെട്ടത്? ഓപ്ഷൻ എ മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഓപ്ഷൻ ബി പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഓപ്ഷൻ സി യോഹന്നാൻ, മത്തായി, യാക്കോബ്, ഓപ്ഷൻ ഡി പത്രോസ്, യോഹന്നാൻ, ലൂക്കോസ്. ഉത്തരം ഓപ്ഷൻ ബി പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം. അഞ്ചാമത്തെ ചോദ്യം, യേശു രൂപാന്തരപ്പെട്ടപ്പോൾ ആരെയൊക്കെയാണ് യേശുവിനോട് സംഭാഷിക്കുന്നതായി കണ്ടത്? ഓപ്ഷൻ എ ദാവീദ്, അബ്രഹാം, ഓപ്ഷൻ ബി ശമൂവേൽ, ദാവീദ്, ഓപ്ഷൻ സി ദൂതന്മാർ, ഓപ്ഷൻ ഡി മോശെ, ഏലിയാവ്. ഉത്തരം ഓപ്ഷൻ ഡി മോശെ, ഏലിയാവ്. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം. ആറാമത്തെ ചോദ്യം, യേശു രൂപാന്തരപ്പെട്ട മലയിൽ എത്ര കുടിൽ ഉണ്ടാക്കാം എന്നാണ് പത്രോസ് പറഞ്ഞത്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 8. ഉത്തരം ഓപ്ഷൻ എ 3. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഏഴാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ചന്ദ്രരോഗം പിടിച്ച ബാലനെ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ കഴിയാതെ പോയത്? ഓപ്ഷൻ എ കാലാവസ്ഥ, ഓപ്ഷൻ ബി രോഗകാഠിന്യം, ഓപ്ഷൻ സി അല്പവിശ്വാസം, ഓപ്ഷൻ ഡി ജനക്കൂട്ടം. ഉത്തരം ഓപ്ഷൻ സി അല്പവിശ്വാസം. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വചനം. എട്ടാമത്തെ ചോദ്യം, എവിടെ ചതുർദ്രഹ്മ പണം കാണുമെന്നാണ് യേശു ഷീമോനോട് പറഞ്ഞത്? ഓപ്ഷൻ എ വീട്ടിൽ, ഓപ്ഷൻ ബി മീനിൻ്റെ വായിൽ, ഓപ്ഷൻ സി പണക്കിഴിയിൽ, ഓപ്ഷൻ ഡി സുഹൃത്തിൻ്റെ കയ്യിൽ. ഉത്തരം ഓപ്ഷൻ ബി മീനിൻ്റെ വായിൽ. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം. ഒൻപതാമത്തെ ചോദ്യം, നിങ്ങൾ തിരിഞ്ഞ് ആരെപ്പോലെ ആയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ പരീശനെ, ഓപ്ഷൻ ബി സദൂക്യനെ, ഓപ്ഷൻ സി ശിശുക്കളെ, ഓപ്ഷൻ ഡി ജാതിയെ. ഉത്തരം ഓപ്ഷൻ സി ശിശുക്കളെ. മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനം. 10-ാമത്തെ ചോദ്യം, ആരാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ? ഓപ്ഷൻ എ സമ്പന്നൻ, ഓപ്ഷൻ ബി രാജാവ്, ഓപ്ഷൻ സി നേതാവ്, ഓപ്ഷൻ ഡി തന്നെത്താൻ താഴ്ത്തുന്നവൻ. ഉത്തരം ഓപ്ഷൻ ഡി തന്നെത്താൻ താഴ്ത്തുന്നവൻ. മത്തായി സുവിശേഷം 18-ാം അധ്യായം
അതിൻ്റെ 4-ാമത്തെ വചനം. 11-ാമത്തെ ചോദ്യം. എന്തിനാലാണ് സകല കാര്യവും ഉറപ്പാക്കേണ്ടത്? ഓപ്ഷൻ എ പിതാവിൻ്റെ വാക്കിനാൽ, ഓപ്ഷൻ ബി 2-3 സാക്ഷികളുടെ വായാൽ, ഓപ്ഷൻ സി പുരോഹിതൻ്റെ വാക്കിനാൽ, ഓപ്ഷൻ ഡി സുഹൃത്തിൻ്റെ വാക്കിനാൽ. ഉത്തരം ഓപ്ഷൻ ബി 2-3 സാക്ഷികളുടെ വായാൽ. മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം. 12-ാമത്തെ ചോദ്യം. സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്നാണ് യേശു പഠിപ്പിച്ചത്? ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 70 വട്ടം, ഓപ്ഷൻ സി 1000, ഓപ്ഷൻ ഡി 10. ഉത്തരം ഓപ്ഷൻ ബി 70 വട്ടം. മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വചനം. 13-ാമത്തെ ചോദ്യം. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ കാര്യസ്ഥനാകണം, ഓപ്ഷൻ ബി യജമാനൻ ആകണം, ഓപ്ഷൻ സി രാജാവാകണം, ഓപ്ഷൻ ഡി കൽപ്പനകൾ പ്രമാണിക്കണം. ഉത്തരം ഓപ്ഷൻ ഡി കൽപ്പനകൾ പ്രമാണിക്കണം. മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനം. 14-ാമത്തെ ചോദ്യം. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എന്ത് സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ ഒട്ടകം, ഓപ്ഷൻ ബി സിംഹം, ഓപ്ഷൻ സി ചെന്നായ്, ഓപ്ഷൻ ഡി ആട്. ഉത്തരം ഓപ്ഷൻ എ ഒട്ടകം. മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനം. 15-ാമത്തെ ചോദ്യം. ആർക്കാണ് സകലവും സാധ്യമായത്? ഓപ്ഷൻ എ മനുഷ്യന്, ഓപ്ഷൻ ബി ദൂതന്, ഓപ്ഷൻ സി ദൈവത്തിന്, ഓപ്ഷൻ ഡി ശിശുക്കൾക്ക്. ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിന്. മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വചനം. 16-ാമത്തെ ചോദ്യം. യേശുവിൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം എത്ര മടങ്ങ് ലഭിക്കും? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 60. ഉത്തരം ഓപ്ഷൻ ബി 100. മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വചനം. 17-ാമത്തെ ചോദ്യം. ആരാണ് തൻ്റെ പുത്രന്മാരെ യേശുവിൻ്റെ വലതും ഇടതും ഇരുത്തുവാൻ അപേക്ഷിച്ചത്? ഓപ്ഷൻ എ സെബദിപുത്രന്മാരുടെ അമ്മ, ഓപ്ഷൻ ബി നിക്കോദെമോസ്, ഓപ്ഷൻ സി യോന, ഓപ്ഷൻ ഡി യോഹന്നാൻ. ഉത്തരം ഓപ്ഷൻ എ സെബദിപുത്രന്മാരുടെ അമ്മ. മത്തായി സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെയും 21-ാമത്തെയും വചനങ്ങൾ. 18-ാമത്തെ ചോദ്യം. എവിടെ വച്ച് മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ യെരുശലേം, ഓപ്ഷൻ ബി ശമരിയ, ഓപ്ഷൻ സി ബഥാനിയ, ഓപ്ഷൻ ഡി നസ്രേത്ത്. ഉത്തരം ഓപ്ഷൻ എ യെരുശലേം. മത്തായി സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം. 19-ാമത്തെ ചോദ്യം. മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ ആരാകണം എന്നാണ് യേശു പഠിപ്പിച്ചത്? ഓപ്ഷൻ എ
രാജാവ്, ഓപ്ഷൻ ബി പുരോഹിതൻ, ഓപ്ഷൻ സി യജമാനൻ, ഓപ്ഷൻ ഡി ശുശ്രൂഷക്കാരൻ. ഉത്തരം ഓപ്ഷൻ ഡി ശുശ്രൂഷക്കാരൻ. മത്തായി സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വചനം. 20-ാമത്തെ ചോദ്യം. ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ ആരാകണം എന്നാണ് യേശു പഠിപ്പിച്ചത്? ഓപ്ഷൻ എ യജമാനൻ, ഓപ്ഷൻ ബി ശ്രേഷ്ഠൻ, ഓപ്ഷൻ സി ദാസൻ, ഓപ്ഷൻ ഡി സമ്പന്നൻ. ഉത്തരം ഓപ്ഷൻ സി ദാസൻ. മത്തായി സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എത്ര ശിഷ്യന്മാരെയാണ് പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും അഴിച്ചുകൊണ്ടുവരുവാൻ യേശു അയച്ചത്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഉത്തരം ഓപ്ഷൻ ബി 2. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനം. രണ്ടാമത്തെ ചോദ്യം: ദൈവാലയത്തിൽ ചെന്ന യേശു വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എന്തു ചെയ്തു? ഓപ്ഷൻ എ പുറത്താക്കി, ഓപ്ഷൻ ബി അവരോട് കുശലാന്വേഷണം നടത്തി, ഓപ്ഷൻ സി പണം നൽകി, ഓപ്ഷൻ ഡി വാടക ചോദിച്ചു. ഉത്തരം ഓപ്ഷൻ എ പുറത്താക്കി. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം. മൂന്നാമത്തെ ചോദ്യം: ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് യേശു പറഞ്ഞ അത്തിവൃക്ഷത്തിന് എന്ത് സംഭവിച്ചു? ഓപ്ഷൻ എ തളിർത്തു, ഓപ്ഷൻ ബി പൂത്തു, ഓപ്ഷൻ സി ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി, ഓപ്ഷൻ ഡി കാറ്റടിച്ച് വീണു. ഉത്തരം ഓപ്ഷൻ സി ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനം. നാലാമത്തെ ചോദ്യം: യേശു എന്തുകൊണ്ടാണ് അത്തിവൃക്ഷത്തോട് ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് പറഞ്ഞത്? ഓപ്ഷൻ എ ഫലമുണ്ടായിരുന്നതിനാൽ, ഓപ്ഷൻ ബി ഭംഗിയില്ലാത്തതിനാൽ, ഓപ്ഷൻ സി ഫലം കുറവായിരുന്നതിനാൽ, ഓപ്ഷൻ ഡി ഇലയല്ലാതെ ഒന്നും കാണായ്കയാൽ. ഉത്തരം ഓപ്ഷൻ ഡി ഇലയല്ലാതെ ഒന്നും കാണായ്കയാൽ. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനം. അഞ്ചാമത്തെ ചോദ്യം: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് എന്തായി തീർന്നു? ഓപ്ഷൻ എ മൂലക്കല്ല്, ഓപ്ഷൻ ബി അതിരുകല്ല്, ഓപ്ഷൻ സി തിരികല്ല്, ഓപ്ഷൻ ഡി അതിനെ പൊടിച്ചു കളഞ്ഞു. ഉത്തരം ഓപ്ഷൻ എ മൂലക്കല്ല്. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വചനം. ആറാമത്തെ ചോദ്യം: എൻ്റെ ആലയം എന്ത് എന്ന് വിളിക്കപ്പെടും എന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ വഴിയമ്പലം, ഓപ്ഷൻ ബി ഭവനം, ഓപ്ഷൻ സി പ്രാർത്ഥനാലയം, ഓപ്ഷൻ ഡി പ്രസംഗ പീഠം. ഉത്തരം ഓപ്ഷൻ സി പ്രാർത്ഥനാലയം. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം. ഏഴാമത്തെ ചോദ്യം: വിളിക്കപ്പെട്ടവർ അനേകർ, എന്നാൽ ആരാണ് ചുരുക്കം? ഓപ്ഷൻ എ പ്രാസംഗികർ, ഓപ്ഷൻ ബി തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഓപ്ഷൻ സി പടയാളികൾ, ഓപ്ഷൻ ഡി ശിഷ്യന്മാർ.
ഉത്തരം ഓപ്ഷൻ ബി തിരഞ്ഞെടുക്കപ്പെട്ടവർ. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം. 8-ാമത്തെ ചോദ്യം, കൈസർക്കുള്ളത് ആർക്കാണ് കൊടുക്കേണ്ടത്? ഓപ്ഷൻ എ പുരോഹിതന്, ഓപ്ഷൻ ബി മക്കൾക്ക്, ഓപ്ഷൻ സി അയൽക്കാർക്ക്, ഓപ്ഷൻ ഡി കൈസർക്ക്. ഉത്തരം ഓപ്ഷൻ ഡി കൈസർക്ക്. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനം. 9-ാമത്തെ ചോദ്യം, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നത് എത്രാമത്തെ കൽപ്പനയാണ്? ഓപ്ഷൻ എ 1-ാമത്തേത്, ഓപ്ഷൻ ബി 2-ാമത്തേത്, ഓപ്ഷൻ സി 3-ാമത്തേത്, ഓപ്ഷൻ ഡി 4-ാമത്തേത്. ഉത്തരം ഓപ്ഷൻ എ 1-ാമത്തേത്. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 37-38 വചനങ്ങൾ. 10-ാമത്തെ ചോദ്യം, തന്നെത്താൻ താഴ്ത്തുന്നവന് എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ തള്ളപ്പെടും, ഓപ്ഷൻ ബി തഴയപ്പെടും, ഓപ്ഷൻ സി ഉയർത്തപ്പെടും, ഓപ്ഷൻ ഡി പുറത്താക്കപ്പെടും. ഉത്തരം ഓപ്ഷൻ സി ഉയർത്തപ്പെടും. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം. 11-ാം ചോദ്യം, വെള്ളതേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻ എ ശിഷ്യന്മാർ, ഓപ്ഷൻ ബി പുരുഷാരം, ഓപ്ഷൻ സി കള്ളന്മാർ, ഓപ്ഷൻ ഡി ശാസ്ത്രിമാരും പരീശന്മാരും. ഉത്തരം ഓപ്ഷൻ ഡി ശാസ്ത്രിമാരും പരീശന്മാരും. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം. 12-ാം ചോദ്യം, എവിടെ ഇരുന്നാണ് യേശു ശിഷ്യന്മാരോട് ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ വിശദീകരിച്ചത്? ഓപ്ഷൻ എ അരരാത്ത്, ഓപ്ഷൻ ബി ഒലിവ് മലയിൽ, ഓപ്ഷൻ സി സീനായി മലയിൽ, ഓപ്ഷൻ ഡി മോറിയ മലയിൽ. ഉത്തരം ഓപ്ഷൻ ബി ഒലിവ് മലയിൽ. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം. 13-ാം ചോദ്യം, യേശുവിൻ്റെ വരവിനും ലോകാവസാനത്തിനും ഉള്ള അടയാളം എന്തെല്ലാം? ഓപ്ഷൻ എ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും, ഓപ്ഷൻ ബി ക്ഷാമം, ഓപ്ഷൻ സി ഭൂകമ്പം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 7 വരെ. 14-ാം ചോദ്യം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ഒഴിഞ്ഞു പോകാത്തത് എന്ത്? ഓപ്ഷൻ എ വചനം, ഓപ്ഷൻ ബി ബന്ധം, ഓപ്ഷൻ സി പ്രാർത്ഥന, ഓപ്ഷൻ ഡി ലോകസ്നേഹം. ഉത്തരം ഓപ്ഷൻ എ വചനം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വചനം. 15-ാമത്തെ ചോദ്യം, ദൂതന്മാർ എന്ത് ധ്വനിയോടുകൂടെയാണ് വരുന്നത്? ഓപ്ഷൻ എ ഇടിമുഴക്കം, ഓപ്ഷൻ ബി കൈത്താളം, ഓപ്ഷൻ സി പെരുവെള്ളം, ഓപ്ഷൻ ഡി കാഹളം. ഉത്തരം ഓപ്ഷൻ ഡി കാഹളം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വചനം. 16-ാം ചോദ്യം, മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരിൽ എത്ര പേരായിരുന്നു ബുദ്ധിയുള്ളവർ? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 10.
ഉത്തരം ഓപ്ഷൻ ബി 5. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനം. 17-ാമത്തെ ചോദ്യം. ബുദ്ധിയില്ലാത്തവർ വിളക്കിനോടൊപ്പം എടുക്കാതിരുന്നത് എന്ത്? ഓപ്ഷൻ എ എണ്ണ, ഓപ്ഷൻ ബി പാത്രം, ഓപ്ഷൻ സി തീ, ഓപ്ഷൻ ഡി തിരി. ഉത്തരം ഓപ്ഷൻ എ എണ്ണ. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം. 18-ാമത്തെ ചോദ്യം. ആർക്കാണ് കല്യാണ സദ്യയിൽ മണവാളനോടൊപ്പം ചെല്ലുവാൻ കഴിഞ്ഞത്? ഓപ്ഷൻ എ ഉറങ്ങിയവർ, ഓപ്ഷൻ ബി ഓടിയവർ, ഓപ്ഷൻ സി ഒരുങ്ങിയിരുന്നവർ, ഓപ്ഷൻ ഡി ബുദ്ധിയില്ലാത്തവർ. ഉത്തരം ഓപ്ഷൻ സി ഒരുങ്ങി ഇരുന്നവർ. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനം. 19-ാമത്തെ ചോദ്യം. ഒരു താലന്ത് ലഭിച്ചവൻ യജമാനന്റെ ദ്രവ്യം എവിടെയാണ് മറച്ചുവെച്ചത്? ഓപ്ഷൻ എ കീശയിൽ, ഓപ്ഷൻ ബി വീട്ടിനുള്ളിൽ, ഓപ്ഷൻ സി തട്ടിൻ പുറത്ത്, ഓപ്ഷൻ ഡി നിലത്തിലെ കുഴിയിൽ. ഉത്തരം ഓപ്ഷൻ ഡി നിലത്തിലെ കുഴിയിൽ. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം. 20-ാമത്തെ ചോദ്യം. എത്ര താലന്ത് ലഭിച്ച ദാസനെയാണ് യജമാനൻ നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ചത്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 5, 2, ഓപ്ഷൻ സി 5, 1, ഓപ്ഷൻ ഡി 2, 1. ഉത്തരം ഓപ്ഷൻ ബി 5 താലന്തും 2 താലന്തും ലഭിച്ച ദാസനെ. മത്തായി സുവിശേഷം 25-ാം അധ്യായം 21 മുതൽ 23 വരെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ പാർത്തിരുന്ന സ്ഥലം? ഓപ്ഷൻ എ യോർദാൻ, ഓപ്ഷൻ ബി ശമരിയ, ഓപ്ഷൻ സി ബഥാനിയ, ഓപ്ഷൻ ഡി ഗലീല. ഉത്തരം ഓപ്ഷൻ സി ബഥാനിയ. മത്തായി 26-ാം അധ്യായം 6-ാമത്തെ വചനം. രണ്ടാമത്തെ ചോദ്യം. യേശു ആരുടെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് പരിമള തൈലവുമായി ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നത്? ഓപ്ഷൻ എ സെബദി, ഓപ്ഷൻ ബി കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ, ഓപ്ഷൻ സി ലാസർ, ഓപ്ഷൻ ഡി ചുങ്കക്കാരനായ സക്കായി. ഉത്തരം ഓപ്ഷൻ ബി കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ. മത്തായി 26-ാം അധ്യായം 6-ാമത്തെയും 7-ാമത്തെയും വചനം. മൂന്നാമത്തെ ചോദ്യം. ആരാണ് യേശുവിനെ കാണിച്ചു തരാമെന്ന് മഹാപുരോഹിതന്മാരോട് പറഞ്ഞത്? ഓപ്ഷൻ എ പീലാത്തോസ്, ഓപ്ഷൻ ബി ഹെരോദാവ്, ഓപ്ഷൻ സി നാടുവാഴി, ഓപ്ഷൻ ഡി യൂദ ഇസ്കര്യോത്താവ്. ഉത്തരം ഓപ്ഷൻ ഡി യൂദ ഇസ്കര്യോത്താവ്. മത്തായി 26-ാം അധ്യായം 15-ാമത്തെ വചനം. നാലാമത്തെ ചോദ്യം. എത്ര വെള്ളിക്കാശിനാണ് യേശുവിനെ യൂദ കാണിച്ചു കൊടുത്തത്? ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 41, ഓപ്ഷൻ ഡി 36. ഉത്തരം ഓപ്ഷൻ എ 30. മത്തായി 26-ാം അധ്യായം 15-ാമത്തെ വചനം. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. ശിഷ്യന്മാരുമായി പെസഹ കഴിച്ച ശേഷം യേശു എവിടേക്കാണ് പുറപ്പെട്ടു പോയത്?
ഓപ്ഷൻ എ മരുഭൂമി, ഓപ്ഷൻ ബി ഒലിവുമല, ഓപ്ഷൻ സി യോർദാൻ, ഓപ്ഷൻ ഡി ശമരിയ. ഉത്തരം ഓപ്ഷൻ ബി ഒലിവുമല. മത്തായി 26-ാം അധ്യായം 30-ാമത്തെ വചനം. 6-ാമത്തെ ചോദ്യം. ഉയിർത്തെഴുന്നേറ്റ ശേഷം യേശു എവിടേക്ക് പോകും എന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ എ നസറെത്ത്, ഓപ്ഷൻ ബി യെരിഹോ, ഓപ്ഷൻ സി എമ്മവൂസ്, ഓപ്ഷൻ ഡി ഗലീല. ഉത്തരം ഓപ്ഷൻ ഡി ഗലീല. മത്തായി 26:32. 7-ാമത്തെ ചോദ്യം. എല്ലാവരും നിങ്കൽ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ യോഹന്നാൻ, ഓപ്ഷൻ ബി പത്രോസ്, ഓപ്ഷൻ സി യാക്കോബ്, ഓപ്ഷൻ ഡി മറിയ. ഉത്തരം ഓപ്ഷൻ ബി പത്രോസ്. മത്തായി 26:33. 8-ാമത്തെ ചോദ്യം. യേശു ഏൽപ്പിക്കപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുവാൻ പോയ സ്ഥലം? ഓപ്ഷൻ എ ശമരിയ, ഓപ്ഷൻ ബി യെരൂശലേം, ഓപ്ഷൻ സി ഗത്ശമനത്തോട്ടം, ഓപ്ഷൻ ഡി ദൈവാലയം. ഉത്തരം ഓപ്ഷൻ സി ഗത്ശമനത്തോട്ടം. മത്തായി 26-ാം അധ്യായം 36-ാമത്തെ വചനം. 9-ാമത്തെ ചോദ്യം. പത്രോസ് യേശുവിനെ എത്ര വട്ടം തള്ളിപ്പറഞ്ഞു? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 1. ഉത്തരം ഓപ്ഷൻ എ 3. മത്തായി 26-ാം അധ്യായം 75-ാമത്തെ വചനം. 10-ാമത്തെ ചോദ്യം. നാടുവാഴിയുടെ മുൻപിൽ നീ യഹൂദന്മാരുടെ രാജാവോ എന്ന ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഓപ്ഷൻ എ ആയിരുന്നു, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി ഞാനാകുന്നു, ഓപ്ഷൻ ഡി ഒന്നും പറഞ്ഞില്ല. ഉത്തരം ഓപ്ഷൻ സി ഞാനാകുന്നു. മത്തായി 27:11. 11-ാമത്തെ ചോദ്യം. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയത് ആര്? ഓപ്ഷൻ എ മഹാപുരോഹിതൻ, ഓപ്ഷൻ ബി പടയാളി, ഓപ്ഷൻ സി ശതാധിപൻ, ഓപ്ഷൻ ഡി പീലാത്തോസ്. ഉത്തരം ഓപ്ഷൻ ഡി പീലാത്തോസ്. മത്തായി 27:24. 12-ാമത്തെ ചോദ്യം. യേശുവിന് പകരം ജനത്തിന് വിട്ടുകൊടുത്തത് ആരെ? ഓപ്ഷൻ എ ബറബാസ്, ഓപ്ഷൻ ബി യൂദ, ഓപ്ഷൻ സി ശൗൽ, ഓപ്ഷൻ ഡി ഹെരോദാവ്. ഉത്തരം ഓപ്ഷൻ എ ബറബാസ്. മത്തായി 27:26. 13-ാമത്തെ ചോദ്യം. നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ എന്ത് വസ്ത്രമാണ് ധരിപ്പിച്ചത്? ഓപ്ഷൻ എ വെള്ള നിലയങ്കി, ഓപ്ഷൻ ബി കറുത്ത മേലങ്കി, ഓപ്ഷൻ സി ചുവന്ന മേലങ്കി, ഓപ്ഷൻ ഡി വെള്ള മേലങ്കി. ഉത്തരം ഓപ്ഷൻ സി ചുവന്ന മേലങ്കി. മത്തായി 27:28. 14-ാമത്തെ ചോദ്യം. ആരെയാണ് യേശുവിൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചത്? ഓപ്ഷൻ എ യോഹന്നാൻ, ഓപ്ഷൻ ബി കുറേനക്കാരനായ ശീമോൻ, ഓപ്ഷൻ സി പത്രോസ്,
ഓപ്ഷൻ ഡി ബറബാസ്. ഉത്തരം ഓപ്ഷൻ ബി കുറേനക്കാരനായ ഷീമോൻ. മത്തായി 27:32. 15-ാമത്തെ ചോദ്യം. എവിടെ വെച്ചാണ് യേശുവിന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തത്? ഓപ്ഷൻ എ ഗത്ശമന, ഓപ്ഷൻ ബി അരിമഥ്യ, ഓപ്ഷൻ സി യെരൂശലേം, ഓപ്ഷൻ ഡി ഗൊൽഗോഥ. ഉത്തരം ഓപ്ഷൻ ഡി ഗൊൽഗോഥ. മത്തായി 27:33. 16-ാമത്തെ ചോദ്യം. ഗോൽഗോഥ എന്ന വാക്കിന് അർത്ഥം? ഓപ്ഷൻ എ രക്തനിലം, ഓപ്ഷൻ ബി തലയോടിടം, ഓപ്ഷൻ സി അപ്പത്തിൻ്റെ ഭവനം, ഓപ്ഷൻ ഡി ശപിക്കപ്പെട്ട നഗരം. ഉത്തരം ഓപ്ഷൻ ബി തലയോടിടം. മത്തായി സുവിശേഷം 27-ാം 33-ാമത്തെ വചനം. 17-ാമത്തെ ചോദ്യം. ആരാണ് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ച് വാങ്ങിയത്? ഓപ്ഷൻ എ ഷീമോൻ, ഓപ്ഷൻ ബി പത്രോസ്, ഓപ്ഷൻ സി അരിമഥ്യക്കാരനായ യോസേഫ്, ഓപ്ഷൻ ഡി മഹാപുരോഹിതൻ. ഉത്തരം ഓപ്ഷൻ സി അരിമഥ്യക്കാരനായ യോസെഫ്. മത്തായി 27:57. 18-ാമത്തെ ചോദ്യം. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയിർത്തെഴുന്നേറ്റു എന്ന് സ്ത്രീകളോട് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ ദൂതൻ, ഓപ്ഷൻ ബി ശിഷ്യന്മാർ, ഓപ്ഷൻ സി പടയാളി, ഓപ്ഷൻ ഡി തോട്ടക്കാരൻ. ഉത്തരം ഓപ്ഷൻ എ ദൂതൻ. മത്തായി 28-ാം 5-ാമത്തെ വചനം. 19-ാമത്തെ ചോദ്യം. ഉയിർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരോട് എവിടേക്ക് പോകുവാനാണ് പറഞ്ഞത്? ഓപ്ഷൻ എ നസറേത്ത്, ഓപ്ഷൻ ബി ഗൊൽഗോഥ, ഓപ്ഷൻ സി ഗലീല, ഓപ്ഷൻ ഡി ഒലിവുമല. ഉത്തരം ഓപ്ഷൻ സി ഗലീല. മത്തായി സുവിശേഷം 28-ാം 10-ാമത്തെ വചനം. 20-ാമത്തെ ചോദ്യം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തത് ആര്? ഓപ്ഷൻ എ ദൂതൻ, ഓപ്ഷൻ ബി ശിഷ്യന്മാർ, ഓപ്ഷൻ സി യോസെഫ്, ഓപ്ഷൻ ഡി യേശു. ഉത്തരം ഓപ്ഷൻ ഡി യേശു. മത്തായി സുവിശേഷം 28-ാം 20-ാമത്തെ വചനം. ഇന്നത്തെ ബൈബിൾ ക്വിസ് ഇവിടെ അവസാനിക്കുകയാണ്. നാം ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെയുള്ള വേദഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പരിശോധിക്കാം. അതുവരെയും ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.